നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊല്ലം പൂരത്തിൽ RSS നേതാവിന്റെ ചിത്രമുയർത്തിയ സംഭവം കേസെടുത്ത പോലീസ്. കൊല്ലം പൂരത്തിലെ കുടമാറ്റ ചടങ്ങിൽ RSS നേതാവിന്റെ ചിത്രമുയർത്തിയത് വിവാദത്തിൽ. സംഭവത്തിൽ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമപ്രകാരം കേസെടുത്ത് കൊല്ലം ഈസ്റ്റ് പോലീസ്. സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്നും നിജസ്ഥിതി ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. 20ഓളം ആനകൾ രണ്ട് ഭാഗത്തായി നിരന്ന് പൂരത്തിന്റെ ഭാഗമായ കുടയും ചമയവുമാറുന്ന ചടങ്ങിലാണ് RSS നേതാവ് ഹെഡ്ഗവാറിന്റെ ചിത്രമുയർത്തിയത്. കൊല്ലം പൂരത്തോടനുബന്ധിച്ച് താമരക്കുളം മഹാഗണപതി ക്ഷേത്രവും പുതിയകാവ് ഭഗവതി ക്ഷേത്രവുമാണ് ഇരുഭാഗത്തു നിന്നും കുടമാറ്റം നടത്തുന്നത്. ഇതിൽ പുതിയകാവ് ക്ഷേത്രമുയർത്തിയ ചമയത്തിലാണ് നവോത്ഥാന നായകരായ അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു എന്നിവരുടെ ചിത്രത്തിനൊപ്പം ഹെഡ്ഗവാറിന്റെ ചിത്രവും ഉയർത്തിയത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു, 1 മരണം. പമ്പാവലി കണമലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു, 1 മരണം. 3 പേരുടെ നില ഗുരുതരമെന്നാണ് വിവരം. ഇവരെ എരുമേലിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കർണാടക സ്വദേശികളായ 35 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 25 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. സ്ഥിരം അപകട മേഖലയായ അട്ടിവളവിലാണ് അപകടമുണ്ടായത്. ബസ് ജീവനക്കാർക്ക് പരാതിയില്ല, വ്ളോഗർ തൊപ്പിയെ വിട്ടയച്ചു. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടിയതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത വ്ളോഗർ തൊപ്പിയെ പോലീസ് വിട്ടയച്ചു. പരാതിയില്ലെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് വിട്ടയച്ചത്. 5 മണിക്കൂറിലധികം വടകര പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു തൊപ്പിയും ഒപ്പം ഉണ്ടായിരുന്ന 2 പേരും. വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടിയ സംഭവത്തിലാണ് പോലീസ് തൊപ്പിയെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ വൈകിട്ട് 5:30ഓടെയായിരുന്നു സംഭവം. ആലപ്പുഴയിൽ വീട്ടമ്മയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അയൽവാസിയായ യുവാവ് കീഴടങ്ങി. അയൽവാസികളുമായുണ്ടായ തർക്കത്തിനിടെ ആലപ്പുഴയിൽ വീട്ടമ്മയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്ന കേസിൽ പ്രതികളിൽ ഒരാൾ പോലീസിൽ കീഴടങ്ങി. അരൂക്കുറ്റി സ്വദേശി ജയേഷാണ് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അരൂക്കുറ്റി സ്വദേശിയായ വനജയാണ് അയൽവാസികളുടെ ആക്രമണത്തിൽ മരിച്ചത്. വനജയുടെ കുടുംബവും വിജേഷിന്റെ കുടുംബവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പതിവാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതിനിടെ ബുധനാഴ്ച നടന്ന തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുകയും വനജയുടെ തലയ്ക്ക് അടിയേൽക്കുകയുമായിരുന്നു. വനജയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസ് മുഖ്യപ്രതി അലുവ അതുൽ പിടിയിൽ. തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന വാഹന പരിശോധനയിൽ പോലീസിന്റെ കൺമുന്നിൽ നിന്നാണ് അലുവ അതുൽ രക്ഷപ്പെട്ടത്. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യപ്രതിയായ അലുവ അതുൽ പിടിയിലായിരിക്കുന്നത്. മാർച്ച് 27-നാണ് കാറിലെത്തിയ 6-അംഗ സംഘം കരുനാഗപ്പള്ളിയിൽ സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുന്നത്. ആ സംഘത്തിലെ 1-ാം പ്രതിയാണ് അലുവ അതുൽ. മലപ്പുറത്ത് കോൺഗ്രസ് നേതാവ് KPS തങ്ങൾ പാർട്ടി വിട്ടു. തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. മുൻ KPCC അംഗവും കർഷക കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ KPS ആബിദ് തങ്ങളാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. DCC പ്രസിഡന്റ് VS ജോയിയുടെ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമെടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്ന് അദ്ദേഹം പറഞ്ഞു. ജോയി പ്രസിഡന്റായതു മുതൽ ചെറുകാവ് പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ജോയിയുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരാതികൾ നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ആബിദ് തങ്ങൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനിവാസൻ വധക്കേസ് പ്രതികളായ 18 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. NIA-യുടെ ആവശ്യമാണ് സുപ്രീംകോടതി തള്ളിയത്. ജസ്റ്റിസുമാരായ അഫൈ SOK, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ച കേസിലെ പ്രതികൾക്ക് വ്യക്തമായ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു NIA വാദം. അന്വേഷണ ഏജൻസിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജ താക്കറെ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച വിശദാംശങ്ങൾ സുപ്രീംകോടതിക്ക് കൈമാറുകയായിരുന്നു. ഈ വിശദാംശങ്ങൾ പരിശോധിച്ച സുപ്രീംകോടതി എന്നാൽ ഗൗരവമേറിയ കാര്യങ്ങളൊന്നും അതിൽ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവെച്ചത്. 26-കാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്ത പോലീസ്. നെടുവത്തൂരിൽ യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇഞ്ചക്കാട് സ്വദേശി അനീഷിന്റെ ഭാര്യ ശരണ്യമോളാണ് മരിച്ചത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് സംഭവം. സ്ഥലത്തു നിന്നും ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി എന്നെഴുതിയ കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. ശരണ്യയുടെ ഭർത്താവ് അനീഷ് വിദേശത്താണ്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും.
വഖഫ് വാദത്തിനിടെ നിർണായക ചോദ്യവുമായി സുപ്രീം കോടതി. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് വിവിധ സംഘടനകൾ നൽകിയ ഹർജി പരിഗണിക്കവേ കേന്ദ്ര സർക്കാരിനോട് നിർണായക ചോദ്യവുമായി സുപ്രീം കോടതി. ഹിന്ദുമത ട്രസ്റ്റുകളുടെ ഭാഗമാക്കാൻ മുസ്ലിങ്ങളെ അനുവദിക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ചോദ്യം ഉന്നയിച്ചത്. വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ വഖഫ് നിയമത്തിന്റെ പരിധിയിൽ വരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞപ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. ഇനി മുതൽ മുസ്ലിങ്ങളെ ഹിന്ദു എൻഡോമെന്റ് ബോർഡുകളുടെ ഭാഗമാക്കാൻ അനുവദിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നും അക്കാര്യം തുറന്നു പറയൂവെന്നും അദ്ദേഹം ചോദിച്ചു. നൂറ്റാണ്ട് മുമ്പ് വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഏകപക്ഷീയമായി തരംമാറ്റാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. BJP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. സംഘർഷം. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ BJP നേതൃത്വത്തിനെതിരെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സന്ദീപ് വാര്യരാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. പട്ടാപ്പകൽ പാലക്കാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്നും ആർക്കെങ്കിലും ഒലത്തിക്കളയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാമെന്നും സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചു. പ്രകടനം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. സ്ഥലത്ത് വലിയ സംഘർഷമാണ് ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ സന്ദീപിനെ അറസ്റ്റ് ചെയ്തത് ബസ്സിലേക്ക് കയറ്റി. സന്ദീപിനെ വലിച്ചിഴച്ചാണ് പോലീസ് ബസ്സിൽ കയറ്റിയത്. സന്ദീപ് വാര്യരെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരും സ്റ്റേഷന് മുന്നിലെത്തി പ്രതിഷേധിച്ചു.